श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे मुखं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीचैतन्येश्वरं श्रीगुरुं भवतारिणम् ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്ലോകം ഇവിടെ എഴുതിയിട്ടുണ്ട്. 11ാമത്തെ അധ്യായം ശ്ലോക നമ്പർ 9. സഞ്ജയോവാച ഏവമുക്ത്വാ തതോ രാജൻ महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वरम् संजय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वरम् संजय उवाच एवमुक्तो ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वर्यम् संजय उवाच एवमुक्तो ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वर्यम् संजय उवाच एवमुक्तो ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वर्यम् संजय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वर्यम् संजय उवाच एवमुक्तो ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वर्यम् संजय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वर्यम् संजय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरि दर्शयामास
ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വര്യം. ഹരേ കൃഷ്ണ. സഞ്ജയ വാച്ച. ദേവവാച സഞ്ജയൻ പറഞ്ഞു, രാജൻ, ഹേ രാജൻ, ഏവം ഇപ്രകാരം ഉക്ത പറഞ്ഞിട്ട് തഥ അനന്തരം മഹായോഗീശ്വരനായ ഹരി ശ്രീകൃഷ്ണൻ പരമം ദിവ്യമായ ഐശ്വര്യമായ രൂപം വിശ്വരൂപത്തെ പാർത്ഥനെ ദർശയാമാസ ദർശിപ്പിച്ചു, കാണിച്ചു. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗീശ്വരനായ കൃഷ്ണൻ ഭഗവാൻ തൻ്റെ ദിവ്യമായ വിശ്വരൂപം അർജുനനെ പ്രത്യക്ഷപ്പെടുത്തി. അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗീശ്വരനായ കൃഷ്ണൻ ഭഗവാൻ തൻ്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി. എങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഈ രൂപം എല്ലാവരും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കില്ല, ഇല്ലേ? കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദിവ്യമായ കണ്ണ് വേണം, ദിവ്യ ചക്ഷു. അത് ഞാൻ നിനക്ക് തരുന്നു, നീ എന്നെ കണ്ടുകൊള്ളുക. അതല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചത്. അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. ഇതാരാ പറയുന്നത്? സഞ്ജയ വാച്ച. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആരായിരുന്നു? ഭഗവാനായിരുന്നു. ഭഗവാൻ അതിനെ ചോദിച്ചു, ഭഗവാൻ പറഞ്ഞു. ഇപ്പം അത് സഞ്ജയൻ ഇടയ്ക്ക് എങ്ങനെ വരാറുള്ളൂ, വല്ലപ്പോഴൊക്കെ. ഇപ്പം സഞ്ജയാണ് പറയുന്നത്. എന്ത്? ധൃതരാഷ്ട്രോട് എന്താ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. എന്തായിരിക്കും അപ്പോഴും ധൃതരാഷ്ട്ര സ്ഥിതി? ധൃതരാഷ്ട്ര എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം നടക്കുന്നത്? രാജ്യം കിട്ടാൻ വേണ്ടി, അല്ലേ? പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടി, പാണ്ഡവരെ തോൽപ്പിച്ച് ആ സ്ഥലം വീണ്ടെടുക്കാനായിട്ട്, അല്ലേ? അതിനുവേണ്ടി ആര് ശ്രമിക്കുന്നു? ധൃതരാഷ്ട്രൻ. ഈ വിശ്വരൂപം കണ്ടിട്ടും ഇപ്പം ഇവിടെ സഞ്ജയൻ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം കാണുന്നുണ്ട്, അല്ലേ? എല്ലാം കാണുന്നു. ധൃതരാഷ്ട്രൻ നോട്ടിനത് കാണുന്നു. എന്നിട്ടും നമുക്ക് ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ, അതായത് ചോദിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, ഉത്തരം വരുന്നു. അങ്ങനെയായിട്ട് ഭഗവാന്റെ വിശ്വരൂപ ദർശനം ഉണ്ടായിരുന്നു അവിടെ സഞ്ജയൻ പറയുന്നു. എന്നിട്ട് പോലും ധൃതരാഷ്ട്രക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? യുദ്ധം ചെയ്യാനെന്നല്ലേ, അല്ലേ? യുദ്ധം നിർത്തുമെന്നുള്ളായിരുന്നു അവർക്ക് പേടി. യുദ്ധം ചെയ്യാൻ തന്നെയാണ്. അപ്പം എന്തായിരിക്കും അതിൻ്റെ കാരണം? ഭഗവാനോട് യുദ്ധം ചെയ്യാൻ അദ്ദേഹം റെഡിയായെന്ന് പറഞ്ഞു, അദ്ദേഹം മക്കൾ, അല്ലേ? അതിന് അദ്ദേഹം പെർമിഷൻ കൊടുക്കുന്നു, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇത്ര ഭഗവാന്റെ വിശ്വരൂപ ദർശനം കണ്ടിട്ട് ഈവൻ അർജുന് വരെ പ്രയാസമായി. ധാരാളം വളരെയധികം നമുക്ക് എണ്ണാൻ പറ്റില്ല, അത്രയ്ക്കധികം ഇതാണ് ഫേസുകൾ, മുഖങ്ങൾ, അനേകം കണ്ണുകളാണ്, അനേകം കൈകളാണ്, അനേകം ദിവ്യാഭരണങ്ങളാണ്, ദിവ്യമായ അസ്ത്രങ്ങൾ അനേകമാണത്. അതെല്ലാം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അങ്ങനെയാണ്. എല്ലാ ആൾക്കാരും ഭഗവാന്റെ മൗത്തിലേക്ക് വയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വയലിലേക്ക് പോകുന്നു. അങ്ങനെ ദിവ്യരൂപ ദർശനം ദർശിച്ചിട്ട് ഈവൻ അർജുനന് വരെ പേടിയായി, മാറ്റാൻ പറയുന്നുണ്ട്.
എന്നിട്ട് പോലും ഇവിടെ ധൃതരാഷ്ട്ര അറിയില്ലാത്ത ആളാണോ? ഇല്ല. എന്താ എൻ്റെ കാര്യം? ഭക്തി വേണമെന്നില്ല. ഭക്തി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇത് യുദ്ധം ചെയ്താൽ നമുക്കൊന്നും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത്രയും എന്താണെന്ന് അർത്ഥം. എന്താണ്? മെറ്റീരിയൽ, ഭൗതികമായിട്ടുള്ള ആഗ്രഹം ആണ് എൻ്റെ കാര്യം. ആസുരി സ്വഭാവം, ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹം ഒരു തരത്തിലുള്ള ആസുരി സ്വഭാവമാണ് ശരിക്കും. കാരണം ഭൗതികമായിട്ടുള്ള എല്ലാം ഭഗവാന്റെയാണ്. അത് നമുക്ക് വേണം തോന്നുന്നതാണ്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം തോന്നുന്നത് ഈശാവാസിലും സർവ്വം എന്നാണ് പറയുന്നത്. എല്ലാം ഭഗവാന്റെയാണ്. പക്ഷെ അതെനിക്ക് വേണം തോന്നുന്നു. അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഇത്രയും കണ്ടിട്ട് പോലും, നേരിട്ട് കണ്ടിട്ട് പോലും അദ്ദേഹത്തിന് മാറാൻ കഴിയുന്നില്ല. അതായത് ഈ ഭൗതിക ലോകത്തിൻ്റെ കെട്ടുപാടുകൾ നോക്കും എന്തുമാത്രമാണ്. എങ്ങനെയാണ് നമ്മൾ ഭൗതിക ലോകം നമ്മളെ ബന്ധിപ്പിക്കുന്നത്? ആഗ്രഹങ്ങൾ, മറ്റൊന്നുമില്ല. ഇച്ഛാദേശ സമുത്തേന ദ്വന്ദ്വമോഹേന ഭാരത ഭഗവാൻ പറയുന്നത്. ദ്വന്ദ്വമോഹേന, ഡുവാലിറ്റി, ആഗ്രഹങ്ങളെ കൊല്ലാണ്. ആഗ്രഹങ്ങൾ. അതുകൊണ്ട് എന്താ പറയുന്നത്? ഭഗവാൻ എന്താ പറയുന്നത്? ആഗ്രഹങ്ങൾ ഇല്ലാതാവണമെന്നല്ലേ പറയുന്നത്. ദേവതോ വിഷയ പുംസാൻ അതിൽ പറയുന്നുണ്ട്. അത് വേണ്ടെന്ന്. വിഷയങ്ങളെപ്പറ്റി വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കരുതെന്നുള്ളതാണ്. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് നിങ്ങൾ അടിമയാവരുത് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഈവൻ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് നമ്മൾ അടിമയാകുമ്പോൾ ഭഗവാൻ വിശ്വരൂപം ദർശിപ്പിച്ചിട്ട് പോലും നമുക്ക് ഭഗവാനോട് യുദ്ധം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് ചോദിക്കും, നീ ആരാണ് നീ? കാരണം ആകെ പേടിച്ച് കണ്ടിട്ട്, എല്ലാം കണ്ടിട്ട് ആരാ നീ ചോദിക്കുമ്പോൾ കാലോസ്മി എന്നാണ് പറയുന്നത്. കൃഷ്ണൻ ആ സമയത്ത് പറയുന്നത് കാലോസ്മി, ഞാൻ കാലമാണെന്ന്. കാലോസ്മി. ഇതിനു വേണ്ടി കാലോസ്മിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് സർവം നശിപ്പിക്കാനായിട്ട്, എല്ലാം അവസാനിപ്പിക്കാനായിട്ട് വന്നുള്ള കാലം. അപ്പോൾ കാലത്തിൻ്റെ കാര്യം നോക്കുക. നമുക്ക് മറ്റൊരു പോയിന്റിൽ കിട്ടുന്നത് നോക്കുക. എന്താണ് കാലം ശരിക്കും? എന്താ കാലം? നമ്മൾ പറയില്ലേ ഇപ്പോൾ 2026, 2025 കഴിഞ്ഞു. എന്താണ് ഈ കാലം ശരിക്കും? കാലം എന്ന് വെച്ചാൽ ഭഗവാനെ തന്നെ ഒരു വിസ്തരണമാണ് അത് കാലം എന്ന് പറയുന്നത്. അത് കാലത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാലത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാലം എല്ലാത്തിനെയും തോൽപ്പിക്കും. അതാണ് കാലത്തിൻ്റെ പ്രത്യേകത. എല്ലാതും ഇല്ലാതാക്കുന്ന കാലമാണ്. ഇപ്പോൾ നമുക്കറിയാം വളരെയധികം സാമ്രാജ്യങ്ങൾ, ഡൈനസ്റ്റി ധാരാളം നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. പഠിക്കുന്ന സമയത്ത് എത്ര സാമ്രാജ്യങ്ങൾ വന്നു, എത്ര പ്രധാനപ്പെട്ട ആൾക്കാർ, ആർക്കും തോൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇല്ലേ? അത്തരം ആൾക്കാരെയൊക്കെ കാലം തോൽപ്പിച്ചു. ടൈം പറയാം. നമ്മൾ പറയും, കാലം വന്നു എന്ന് പറയും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? കാലം. എന്താ കാലമാണ് ശരി. കാലം ആ സമയം കഴിഞ്ഞു നടത്താം. സമയം കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അർത്ഥം ഇല്ലേ? കലികാലം. അപ്പോൾ കാലത്തിൻ്റെ പ്രത്യേകത ഭഗവാനെ തന്നെ മറ്റൊരു വിസ്തരണമാണ് ഈ കാലം. ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, കാലോസ്മി, ഞാനാണ് കാലം. എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ലോകാൻ സമസ്തൻ എന്ത് ചെയ്യാനാണ്? അതായത് ലോക സമസ്ത സുഖനോ പറഞ്ഞു ഇഹ പ്രകൃതോ. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം എല്ലാവരെയും അവസാനിപ്പിക്കാൻ പോവാണ് എന്നുള്ളതാണ്. നീ ഒഴികെ ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നു. നീ എന്നുവെച്ചാൽ പാണ്ഡവ ഫാമിലി. അതെങ്ങനെയുള്ള ആൾക്കാർ? എതിരുള്ള ആൾക്കാരും കൂടെയുള്ള ആൾക്കാരും ആരും ഉണ്ടായിരിക്കില്ല. എല്ലാവരും ഒന്നിച്ചു പോകുന്നതാണ്. പാണ്ഡവന്മാരുടെ ഭാഗത്തെ ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നുണ്ടോ? എല്ലാവരും പോകുന്നു. എന്തിനു വേണ്ടി? അത് ഒരു പ്രത്യേക കാലം. ഭഗവാൻ വന്നത് തന്നെ എന്തിനായിരുന്നു? അസുരന്മാരുടെ ഭാരം കൊണ്ട് ഭൂമിദേവിക്ക് ഭയങ്കര പ്രയാസമായി. അതാണ് എല്ലാ അസുരന്മാരും രാജാക്കന്മാരായിട്ട് ഇപ്പോഴും യുദ്ധങ്ങളും പ്രയാസങ്ങൾ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്നിച്ചത് അവസാനിപ്പിക്കുകയാണ്. അതൊരിക്കലും ഞാൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. സത്യത്തിൽ ദുര്യോധനൻ ഭഗവാനെ പണിയൊക്കെ ഈസിയായി കൊടുത്തു. എല്ലാവരെയും ഒരു അപ്പുറത്ത് നോക്കി അവസാനിപ്പിച്ചു. നല്ല കാര്യം ചെയ്തു, സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത്. അപ്പോൾ ഭഗവാന്റെ ഈ ഇത്രയും കാലം നമുക്ക് അറിയാം. കാലം എല്ലാം അവസാനിപ്പിക്കുന്നു. ധൃതരാഷ്ട്രക്കാരുടെ അറിയാം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാറുന്നുണ്ടോ? ഇല്ല. നമുക്കും അറിയാം കാലം എല്ലാം അവസാനിപ്പിക്കുന്നു. നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നു അല്ലേ? അതാണ് സംഭവിക്കുന്നത്.
അഹനിഹനി ഭൂതാനി ഗച്ഛന്തി യമാലയ ശേഷസ്ഥാവരം ഇച്ഛന്തി. അതാണ് ആ സ്ഥാവരം എന്ന് പറയുന്നത്. ശേഷസ്ഥാവരം ഇച്ഛന്തി കിമാശ്ചര്യം തഥാപരം എന്ന് കഴിയും. അതായത് ഹനി ഭൂതാനി ഗച്ഛന്തി യമാലയ, എല്ലാ ജീവജാലങ്ങളും എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹനി ഭൂതാനി ഗച്ഛന്തി യമാലയ. പക്ഷെ കാണുന്ന ആൾക്കാർ എന്താ വിചാരിക്കുന്നു? ബാക്കിയുള്ള ആൾക്കാർ എന്താ വിചാരിക്കുന്നു? സ്ഥാവരം. ഞാൻ സ്ഥാവരമാണ് എന്ന് വെച്ചാൽ എന്നോടെയുള്ള ആളാണ്. ആ ചിന്തയാണ് നമുക്ക് ഇതിനുള്ള കാരണം. ആ ഒറ്റ കാര്യമാണ്. അതായത് നമ്മൾ ഇനിയും ഉണ്ടാവും, നമുക്ക് ഇനിയും പലതും ചെയ്യാനുണ്ട്, നമുക്ക് പലതും ചെയ്യണം, നമുക്ക് പലതും ഡെവലപ്പ് ചെയ്യാനുണ്ട്, എൻ്റെ ലൈഫ് ടൈം ഇനിയും ധാരാളം ചെയ്യാനുണ്ട് പലതും എന്നുള്ള ആ തോന്നലാണ് ഈ അപകടം നടത്തുന്നത്. ഇവിടെ അദ്ദേഹം അതിനെ ഉണ്ടായത് കാലം ശരിക്കും മനസ്സിലാക്കിയിട്ടും എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം വേദങ്ങളൊക്കെ പഠിച്ചില്ല അറിയാത്ത ആളൊന്നുമല്ല. പല കാര്യങ്ങളും അദ്ദേഹം കറക്റ്റ് സംസാരിക്കില്ല. പക്ഷേ ഈ കാര്യം വരുമ്പോൾ മാത്രമേ അദ്ദേഹം ബാക്കിലേക്ക് പോകുന്നുള്ളൂ. അതാണ് മക്കൾക്ക് ഇത് കിട്ടാതെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയാസം. അദ്ദേഹത്തിനും വേണ്ട, ആർക്കും മതി മക്കൾക്ക് കിട്ടണം എന്നുള്ള, സ്വന്തം മക്കൾ എന്നുള്ളതാണ് ശരിക്കും അങ്ങനെ. പക്ഷേ ദേഹാപത്യ കർത്താവിഷു ആത്മസൈന്യേഷു അസസ്വലി പശ്യൻ അഭിനപശ്യതി പ്രമത്തോ നിധനം. ഇതിൽ ദേഹാപത്യ കർത്താവിഷു എന്ന് വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന ദേഹം, നമ്മുടെ ദേഹം, എൻ്റെ ശരീരം എന്നാണ്. ദേഹാപത്യ കളത്രാദിഷു, ആപത്തിച്ച മക്കൾ, ദേഹാപത്യ കളത്രാദിഷു, കളത്രത്തെ ഭാര്യ, അങ്ങനെയുള്ള എല്ലാവരും, അതായത് കണക്ട് ചെയ്തത് എല്ലാവരും. ദേഹാപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസത്സഭി. ആത്മസൈന്യം, നമ്മുടെ സൈന്യമാണ് നമ്മൾ വിചാരിക്കുന്നവരൊക്കെ. ആരൊക്കെ? മക്കള്, ഭാര്യ, എൻ്റെ ദേഹം അല്ലേ? അതുകൊണ്ടല്ല നമ്മളെ കാര്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. ആത്മസൈന്യേഷു അസത് സഭേ. സത്തല്ലാതെ എല്ലാം അസത്താണ്. നമ്മൾ നശിക്കുന്ന പോലെ എല്ലാം നശിക്കും. നമുക്ക് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല. എന്താണ്? ദേഹപത്യ കർത്തനാശു ആത്മസൈന്യേഷു അസത് സഭേ. എന്ത് ചെയ്യുന്നു? തേഷാം പ്രമത്തോ നിധനം പശ്യന്നബീന പശ്യതി. ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് അത് അങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ശേഷസ്ഥാവരം ഇച്ഛന്തി എന്ന് പറഞ്ഞ പോലെ, അതായത് മരിച്ച ആൾക്കാരെ ഒക്കെ അവർ മരിച്ചു കാണുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ ബാക്കി ഉണ്ടാവുന്നതാണ് ശേഷസ്ഥാവരം ഇച്ഛന്തി. അത് ഇവിടെ കൃഷ്ണൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് പറയുന്നുണ്ട്. ഗതാസൂൻ അഗതസൂൻ ച ഞാൻ ശിവച്ചൻ്റെ പണ്ഡിത. ഗതാസു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ ആൾക്കാർ, അഗതസൂൻ വെച്ചാൽ പോകാനുള്ള ആൾക്കാർ. രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് അവിടെ കൃഷ്ണൻ ഇവിടെ കൂടിയുള്ള ആൾക്കാരെ കൃഷ്ണൻ രണ്ട് ഗ്രൂപ്പാക്കിയിരിക്കുക. ഒന്ന് മറ്റേ പോകാനുള്ള ആൾക്കാർ. ഗതാസുവിന് അഗതസൂൻ വെച്ചാൽ ഞാൻ ശിവച്ചൻ്റെ പണ്ഡിത. പണ്ഡിതന്മാരെ അതിനൊന്നും വിഷമിക്കില്ലെന്ന്, അത് സംഭവിക്കില്ല എന്നുള്ളതാണ്. നമ്മളും പോയ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാവരും മരിക്കാനിരിക്കുന്ന ആൾക്കാരെന്ന് അർത്ഥം. ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, മർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കാനിരിക്കുന്ന ആളെന്നെ അർത്ഥം, മൃത്യുവിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരെന്ന് അത് അർത്ഥം. അപ്പോൾ നമ്മൾ ശരിയായി ചിന്തിക്കുമ്പോൾ ഈ ആഗ്രഹം നമുക്ക് വരില്ല എന്നർത്ഥം. റിയലി നമുക്ക് നോളജ് വന്നു കഴിഞ്ഞാൽ, ഞാൻ കറക്റ്റ് വരികയാണെങ്കിൽ നമുക്കൊന്നിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്തോട് പ്രയാസം ഉണ്ടാവില്ല? കേൾക്കുന്നില്ല? ആഗ്രഹങ്ങളില്ല. ആഗ്രഹിച്ചിട്ട് അതാ പറഞ്ഞു. ഇവിടെ ആഗ്രഹം, എന്താഗ്രഹം ഉണ്ടായിട്ടും കാര്യമില്ല. ആ കാലം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏറ്റവും വലിയ സാമ്രാജ്യം അടിച്ചുകൊണ്ട് പോകും കാലം നമ്മുടെ ഇന്ന്, ഇല്ലേ? നമ്മൾ ഇതുവരെ ഇരുന്നിട്ട് ഏതെങ്കിലും രാജാക്കന്മാരോ ആരെങ്കിലുമൊക്കെ ബാക്കി ഇരുന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും അവസാനിച്ച് പോകല്ലേ ഇരുന്നില്ല. അപ്പോൾ എത്രയും നമുക്കറിയാം, ഒരുപാട് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയാം. ഒരുപാട് പ്രൈം മിനിസ്റ്റർ നല്ല ഫേമസ് ആക്കുക, എല്ലാം പോയില്ലേ? എല്ലാം മുഖ്യമന്ത്രിമാർ പോകുന്നു, എല്ലാവരും പോകുന്നു, എല്ലാ ആൾക്കാരും പോകുന്നു, ജനങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ശേഷസ്ഥാവരം ഇച്ഛന്തി. ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നു ഞാൻ എന്നും ഇരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ആശ്ചര്യം എന്ന്. അതാണ് ചോദിക്കുന്നത്, എന്താണ് ഏറ്റവും വലിയ ആശ്ചര്യം ഈ ഭൂമിയിലും ചോദിച്ചപ്പോൾ ധൃതരാഷ്ട്ര നമ്മുടെ യുധിഷ്ഠിര ധർമ്മപുത്രന് കൊടുക്കുന്ന മറുപടിയാണ്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും വലിയ ആശ്ചര്യമായിട്ട് തോന്നിയത്? അപ്പോഴത്തെ എന്താ ഏറ്റവും വലിയ ആശ്ചര്യം? അഹിനിയാനി, ഓരോ സെക്കൻഡിലും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അഹിനിയാനി ഭൂതാനി ഗച്ഛന്തി യമാലയ ശേഷസ്ഥാവരം ഇച്ഛന്തി കിമാശ്ചര്യം തഥാപരം. ഇതിനൊക്കെ വലിയ ആശ്ചര്യം എന്താണ്? ഓളിക്കുള്ള ആശ്ചര്യം, ഇതിനൊക്കെ വലിയ ആശ്ചര്യം എന്താണെന്ന് ഒന്നുമില്ല.
ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്താണ് ഇപ്പോൾ നമുക്കിവിടെ സജ്ജൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുന്നു. ധൃതരാഷ്ട്രൻ അവിടെ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നു. എല്ലാം അവസാനിക്കും. ഇവരെല്ലാവരും ഭഗവാന്റെ വായിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവരും അവസാനിക്കുന്നതായിട്ട്. എല്ലാം കാലത്തിന് ചേരുകയാണ്, കാലത്തോട് ചേരുകയാണ്. എന്നിട്ടും ഒരു അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക നമ്മുടെ ബുദ്ധി എന്താണെന്നുള്ളത്. ശരി, ഈ മെറ്റീരിയലിസ്റ്റിക് ബുദ്ധി, അത് ഭൗതികമായിട്ടുള്ള ബുദ്ധിയുടെ സ്ഥിതി നോക്കൂ. നമ്മൾ വിചാരിക്കും നമ്മൾ ഓക്കെ അത് ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണാം. വെടി വെച്ചിട്ട് ആൾ മരിക്കാൻ പോകും. ഹവായി ചോദിച്ചാൽ ഐ എം ഓക്കെ, മരിക്കണം. അത് സി നമ്മളൊക്കെ അതിനായിട്ട് പോലും എന്തുകൊണ്ട് ഓക്കെ 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 ഒരിക്കലും ഓക്കേടെ പ്രശ്നമിരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് ഓക്കെ ആവുന്നില്ല? ഭഗവാൻ എന്താ പറയുന്നത് ഈ സ്ഥലത്തിനെ കുറിച്ച്? ഈ സ്ഥലം എങ്ങനെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ദുഃഖാലയം അശാശ്വതം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആകാൻ പറ്റും. പിന്നെ ഓക്കെ ആക്കാൻ എവിടെ ശ്രമിക്കുന്നത്? ദുഃഖാലയത്തിൽ പോയിട്ടാണ് നിങ്ങൾ ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഭഗവാൻ ദുഃഖമാണ് അവിടെ. നിങ്ങൾ സുഖത്തിന് വേണ്ടി ശ്രമിക്കുന്നു അവിടെ. ഭഗവാൻ പറയുന്ന ഇവിടെ സുഖമല്ല, പക്ഷെ നിങ്ങൾ സുഖത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ഓപ്പോസിറ്റ് ശ്രമിക്കുകയാണെന്ന് അർത്ഥം. നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ എന്ത് പറയുന്നു? ദുഃഖാലയാണെങ്കിലും എന്താണ്? ഹി അസ്തി ഏക മഹാൻ ഗുണ, ഹി അസ്തി ഏക മഹാൻ ഗുണ. അത് ഒരു മഹത്തായ ഗുണമുണ്ട്. എന്താ? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാം ദോഷമാണ്. കീർത്തനാദേവ കൃഷ്ണസ്യ, കീർത്തനാദേവ കൃഷ്ണസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തനം കൊണ്ടാണ്, പക്ഷെ കൃഷ്ണൻ്റെ കീർത്തനം കൊണ്ടാണ് അർത്ഥം. അതാണ് അത് പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള കീർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അതാണ് അവർ പറയുന്നത്. കീർത്തനാദേവ എന്ന് വെച്ചാൽ ഓൺലി അത് മാത്രം. ഏതാണ് കീർത്തനം? ഏത് കീർത്തനം കൊണ്ടാണ്? കൃഷ്ണസ്യ കീർത്തനം വേണം അല്ലേ? അതുകൊണ്ട് കിട്ടും. ബാക്കി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പറയുന്നത്. ഒരു കാര്യം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇത് ഒറ്റ പോയിന്റ്, ഈ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തന്നെ ധൃതരാഷ്ട്രോട് സജയ് പറയുന്നതാണ്. കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് സജയൻ പറയുന്നതാണ്. അപ്പോൾ അതിൽ കാണാം ഇത്ര വരെ വന്നിട്ട്. ഇപ്പോൾ വിശ്വരൂപത്തിൻ്റെ ആ പേജ് വരുമ്പോഴേ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ശരിക്കും എല്ലാം മനസ്സിലാക്കിയിട്ട് പോലും, എല്ലാം നേരിട്ട് കണ്ടിട്ട് പോലും, രക്ഷയില്ലാതെ മനസ്സിലാക്കിയിട്ട് പോലും ഈ ആഗ്രഹം നമ്മളെ എങ്ങനെ വിട്ടു നിർത്തുന്നതാണ്. ഇന്ദ്രിയ അർത്ഥവിഷു, ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയങ്ങളുടെ പ്രാപ്തിക്ക് വേണ്ടിയിട്ട്, സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ അനുഭൂതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ എന്താ കാര്യം? അതൊക്കെ ഒരു തരത്തിലും നിങ്ങൾക്ക് സുഖം കിട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ നമ്മളെ വിടില്ല. നമ്മളെ ബുദ്ധി വീണ്ടും ഭൗതിക ബുദ്ധി ആയതുകൊണ്ട് നമ്മളിതുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം കൊടുത്തു. എങ്ങനെ പറഞ്ഞിട്ട് നിനക്കിത് കാണാൻ പറ്റില്ല. അർജുനോട് ഏറ്റവും അടുത്ത് ഭഗവാന്റെ അടുത്ത് എന്നുള്ള ആളായാൽ പോലും കാണാൻ പറ്റില്ല എന്നർത്ഥം ആണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഡ്യൂട്ടിയാണ്, ഭക്തനാണ്, നിന്നോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. എൻ്റെ ഐശ്വര്യങ്ങളും എന്നെ ഒന്നിച്ച് കാണാൻ കഴിയില്ല. അതാണ് അതേ സമയത്ത് അതേ കൃഷ്ണൻ തന്നെ ആദ്യം പറയുന്നത്, ഞാൻ ഈ ഗീതം നിന്നോട് പറഞ്ഞു തരാൻ കാരണം എന്താ? ഭക്തോ സിമേ സഖാച്ചേരി, നീ എൻ്റെ ഭക്തനായതുകൊണ്ട്, നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട്, എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു. അതെന്താ കാര്യം? എൻ്റെ ഭക്തനും എൻ്റെ സുഹൃത്തുക്കൾക്കും മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഭഗവാന്റെ സ്ഥിതി, ഭഗവാന്റെ ഈ ഐശ്വര്യമായിട്ടുള്ള ഈ ഭയങ്കര ഐശ്വര്യഭാവമാണത്. ഏത്? വിശ്വരൂപ ദർശനം. പക്ഷെ അതും വിശ്വരൂപ ദർശനം എന്താണ്? നല്ല ഒരു പൊസിഷൻ അല്ലാതെ ആർക്ക് വേണ്ടിയല്ല, നല്ല ഡിവോട്ടീസിനുള്ളതല്ല ശരിക്കും. അത് നല്ല ഡിവോട്ടീസിന് വേണ്ടിയുള്ളതല്ലേ. ഒറിജിനൽ ഡിവോട്ടീസിന് വിശ്വരൂപ ദർശനം വരുന്നില്ല ശരിക്കും. വിശ്വരൂപ ഒന്നും വേണ്ടെന്നുള്ള ഭഗവാന്റെ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ വിശ്വരൂപ ദർശനം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഭാവിയിൽ അർജുനന് വേണ്ട ആവശ്യമൊന്നുമില്ല. അർജുനൻ നല്ല ഡ്യൂട്ടിയാണ്. ഭാവിയിൽ വരാൻ പോകുന്ന നിരീശ്വരവാദികൾക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചോദിക്കില്ലേ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഭക്തന്മാർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് ശരിക്കും ദൈവം എന്നുള്ളത്.
പല അവതാരങ്ങളോട് വരുന്നുണ്ട് ഇല്ലേ, പല തരത്തിലുള്ള അവതാരങ്ങളും കാണിക്കുന്നു, പല ആൾക്കാരും പലതും കാണിക്കുന്നുണ്ട്, പല കൺകെട്ടുകളും മക്സ്വറിസുകളും കാണിക്കുന്നുണ്ട്. ഞാൻ ദൈവമാണെന്ന് പറയുന്നുണ്ട്. ഭക്തന്മാർക്ക് മനസ്സിലാക്കും ഇതൊന്നല്ല ദൈവം. എന്താണ് ദൈവം? വിശ്വരൂപ ദർശനം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കും. അതാണ് അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. ഞാൻ അന്ന് പറഞ്ഞ പോലെ കൈക്കാവതാരം ഉണ്ടായി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. നമ്മളെന്ത് പറയും? എന്താ ഭസ്മത്ത് കാണിച്ചാൽ നമ്മൾ സമ്മതിക്കും, ദൈവം ചിന്തിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. വിശ്വരൂപ ദർശനം കാണിക്കാൻ പറയും. ഭഗവാനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്തന്മാർക്ക് ഒരു തരത്തിൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മറ്റുള്ള ആൾക്കാർ വന്ന് ദൈവം ഭഗവാന്റെ സമയത്ത് തന്നെ, കൃഷ്ണൻ്റെ സമയത്ത് തന്നെ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കൃഷ്ണൻ്റെ നടക്കുന്ന ആളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പറയാനില്ലേ. അപ്പോൾ ഭഗവാൻ അത് വളരെ ക്ലിയർ ആക്കിയിട്ട് ക്രിസ്റ്റലാക്കി തന്നു. ഇങ്ങനെയാണ് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് വിശ്വരൂപ ദർശനം എന്നുള്ളത്. അപ്പോൾ പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ വിശ്വരൂപ ദർശനം കണ്ടിട്ട് പോലും മനസ്സിലാക്കിയിട്ട് പോലും നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആഗ്രഹത്തിന് അടിമയായതുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല ആഗ്രഹം വിടാനായിട്ട്. അതായത് നമുക്ക് വേണ്ട ഇതൊന്നും എല്ലാം ഭഗവാന്റെയാണ്, ഭഗവാൻ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാന്ന് വിചാരിക്കാൻ സാധിച്ചിട്ടില്ല. ഭഗവാനോട് യുദ്ധം ചെയ്യാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് അർത്ഥം. യാസ്ത്രിക് ബുദ്ധി ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ പിടിച്ച് വയ്ക്കാൻ നോക്കുന്നത് തന്നെയാണ് ആസ്ത്രിക് ബുദ്ധി. ആ സമയത്ത് ശരിക്കും നമ്മുടെ ഡിവോട്ടി ബുദ്ധി എങ്ങനെ ഭക്തന്മാരെ എന്താ ചെയ്യുന്നത്? ഭക്തന്മാരുടെ എന്താ നമുക്ക് എന്ത് വേണം? കൃഷ്ണഭക്തി വേണം, മറ്റൊന്നും വേണ്ട എന്നുള്ളത്. കൃഷ്ണനോടായാലും ആരോടായാലും ശരി ആർക്കും ചോദിക്കാനുള്ള എന്താണ്? എനിക്ക് ഭക്തി വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്കറിയാം പല ആൾക്കാരും പല കാര്യങ്ങൾക്കായിട്ട് തപസ് ചെയ്തു. ധ്രുവ മഹാരാജ് തപസ് ചെയ്തു, അല്ലെങ്കിൽ പ്രഹ്ലാദ് മഹാരാജ് ടോട്ടൽ ഡ്യൂട്ടി ഉള്ള ആളാണ്. പക്ഷെ ധ്രുവ മഹാരാജ് തപസ് ചെയ്തിട്ട് ആ കാര്യം പിന്നെ വേണമെന്ന് തോന്നിയോ? ഭഗവാനായിട്ട് ക്ലോസ് ആകുമ്പോൾ പിന്നെ ഒന്നും വേണ്ട എന്നുള്ളതാണ് അതിൽ. അങ്ങനെയാണ് ഭഗവാനായിട്ടുള്ള ക്ലോസ്നെസ് വരുമ്പോൾ പിന്നെ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാകുന്നത് ഭഗവാനായിട്ട് ദൂരത്ത് പോകുമ്പോഴാണ് നമുക്ക് എല്ലാം ആവശ്യം വരുന്നത്. നമുക്ക് ആവശ്യമില്ലാതായിട്ട് വരുന്നത് ആവശ്യം എന്താണ് നമ്മുടെ ആവശ്യം എന്ന് ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വളരെ മാനസികമായിട്ട് സന്തോഷിക്കുന്നതും ഭഗവാനായിട്ട് ക്ലോസ് ആകുന്നത്. ഒരേ ഒരു ആവശ്യമാണ് എന്താണ്? ഭഗവാനായിട്ട് വളരെ ക്ലോസ് ആവുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെയുള്ള എല്ലാം എന്താണ്? എല്ലാം നശ്വരം ആണ്, അനശ്വരൻ. അനശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനായിട്ടുള്ള ക്ലോസ്, ഭഗവാനായിട്ടുള്ള കണക്ഷൻ, ഭഗവാനെ നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് ഭഗവാൻ ഡ്യൂട്ടി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാപ്തി. അതാണ് ശരിക്കും ഗോള്, നമ്മുടെ ലക്ഷ്യം അതാണ്. അല്ലാതെ ഈവൻ ഡ്യൂട്ടീസ് പോലും നല്ല ഡ്യൂട്ടീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഭാഗവതം പറയുന്നുണ്ട്, സാലോക്യ സാക്ഷി സാമീപ്യ സാരൂപ്യ ഏകത്വമേവ ദീയമാനാന ഗ്രഹണന്തി വിനാമത് സേവനം ജന കൃഷ്ണൻ. കപില ഉപദേശത്തിലെ അതിൽ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നു അവർക്കൊന്നും വേണ്ട ഡിവോട്ടീസിനെ. സാലോക്യം, എൻ്റെ ലോകത്തിൽ വരാനുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടായില്ല. സാലോക്യം എന്നുവെച്ചാൽ വൈകുണ്ഠത്തിൽ വരണമെന്നും അവർക്ക് ആഗ്രഹമൊന്നുമില്ല. സാലോക സാഷ്ടി, എല്ലാവിധ ഐശ്വര്യങ്ങൾ വേണമെന്നുള്ള ഇതില്ല. സാഷ്ടി സാമീപ്യം, ഞാനായിട്ട് ക്ലോസ് ആയിട്ട് സാമീപ്യം, എൻ്റെ സാമീപ്യം വേണമെന്ന് അവർക്ക് തോന്നുന്നില്ല. സാരൂപ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ പോലുള്ള രൂപം വേണമെന്നുള്ള വൈകുണ്ഠങ്ങളിലെ എല്ലാവരും ഒരുപോലെയുള്ള സാരൂപ്യം. സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യ ഏകത്വമേവ, അല്ലെങ്കിൽ ലയിക്കുക എന്നുള്ളത്. ഭഗവാൻ ലയിക്കുന്ന ഇതല്ല, ബ്രഹ്മസ്ഥാപിക്കുന്നവർ ബ്രഹ്മൻ ലയിക്കുന്നുണ്ട്. സായുജ്യമേവ, ഇതൊന്നും ദീയമാനാന ഗ്രഹണം, ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങില്ല എന്ന് എൻ്റെ ദീയമാനാന ഗ്രഹണം. എൻ്റെ വിനാമത് സേവനം, എൻ്റെ സർവീസ് അല്ലാതെ അവർക്കൊന്നും വേണ്ട. എൻ്റെ ഡിവോട്ട്സ് ദീയമാനാന ഗ്രഹണം വിനാമത് സേവനം ജന. അങ്ങനെ അതാണ് ഭഗവാന്റെ ജനങ്ങൾ. ഭഗവാന്റെ അടുത്തുള്ള ഭഗവാന്റെ ജനങ്ങൾ എന്ന് വെച്ചാൽ അതാണ് ശരിക്കും ഡിവോട്ടീസ് ഇല്ലേ. ഭഗവാന്റെ ഡിവോട്ടീസ് ഒരിക്കലും ഒന്നു കൊടുത്താലും വാങ്ങില്ല. അതാണ് ഭഗവാൻ ഡിവോട്ടീസിൻ്റെ കൂടെ ഓടി നടക്കുന്നത്. എപ്പോഴും ഭഗവാൻ വളരെ ക്ലോസ് ഡിവോട്ടീസിൻ്റെ കൂടെ ഓടി നടക്കുകയാണ് പല കാര്യങ്ങൾക്കായിട്ട്. അവർക്ക് എന്തെങ്കിലും സെർവ് ചെയ്യാൻ ചാൻസ് കിട്ടുമോ നോക്കിയിട്ട്. പക്ഷേ അവർക്ക് സർവീസ് വേണ്ട. ദുഃഖം ഇപ്പോൾ പുതിയ ജീവനെ പോലെ ദുഃഖം തന്നോളം പറയുന്നുണ്ട്. എന്താ ദുഃഖം തന്നോളം പറയുന്നത്? അവിടെ കൃഷ്ണനുണ്ട്, അതെൻ്റെ കാര്യം. കൃഷ്ണൻ സെർവ് ചെയ്യാൻ വേണ്ടി കുറെ വരുന്നുണ്ട്, അതെൻ്റെ കാര്യം. മറ്റൊന്നുമില്ല. വിപത്ത് വരട്ടെ എന്നല്ല. വിപതക സദ്സാഹ ശസ്യ തത്ര തത്ര ജഗദ്ഗുരോ.
വിപത്ത് വന്നോട്ടെ, പക്ഷേ അതുകൊണ്ട് എന്തുണ്ടാവും, ശരിക്ക് ഭഗവാന്റെ സാമീപ്യം ഈ സമയത്ത് അഭിനുഭവ ദർശനം എന്ന് പറയുന്നത് വിപദ സദ്വ ശശിസ്ത്ര ഭവനോ ദർശനം. ഭവന ദർശനം യസ്യത് അഭിനുഭവ ദർശനം. ഭവനോ ദർശനം ഭഗവാന്റെ ദർശനം ഉണ്ടല്ലോ, അത് ഒരിക്കലും പിന്നെ പുനർഭാവം ഉണ്ടാകുന്നില്ല. ഈ ഭാവസാഗരത്തിലേക്ക് വീണ്ടും വരുന്നില്ല. ഭവനോ ദർശനം, ഭഗവാന്റെ ദർശനം എന്താ, ഭഗവാൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ദുഃഖങ്ങളൊക്കെ വരട്ടെ എന്ന്. നമ്മളിവിടെ ദുഃഖങ്ങൾ വരട്ടെ എന്നല്ല അവിടെ പറയുന്നത്. അത് ആ കോണ്ടസ്റ്റ് വ്യത്യാസമുണ്ട്. പുതിയ ദുഃഖം ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ കൃഷ്ണൻ നേരിട്ട് വരികയാണ്. നമ്മൾ പല ആൾക്കാരും സംസാരിക്കുകയായിട്ടുണ്ട്, അവിടെ ദുഃഖം വരട്ടെ എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അത് ശരി സത്യത്തിലത് കുന്തിദേവി പറയുന്നത്, കുന്തിദേവിയുടെ അടുത്ത് എപ്പോഴും കൃഷ്ണൻ വരികയാണ് ഇല്ലേ, പാട്ടാവരുടെ അടുത്ത് എപ്പോഴും കൃഷ്ണൻ വരികയാണ്. എന്തുകൊണ്ട് വരുന്നു, വളരെ ക്ലോസ് ഉണ്ടായിരുന്നു, നല്ല ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ കൃഷ്ണൻ അവിടെ എടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് വിപത്തുകൾ സന്തുത ശസ്ത്ര ജഗദ്ഗുരു. ജഗദ്ഗുരു അത് വന്നോട്ട് എനിക്ക് വരട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭവതോ ദർശനം, അങ്ങനെ ദർശനം അഭിനവ ദർശനം, അഭിനവഭവ ദർശനം എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഓക്കെയാണ്. അല്ലാത്തവർക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ഡെയിലി വർഷിപ്പും കാര്യങ്ങളൊക്കെ പ്രയാസമാവും, ചാൻ ചെയ്യാനൊക്കെ കഴിയും. നമുക്ക് പ്രയാസങ്ങളില്ലാതെ ചാൻ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമുക്കുള്ള ഒരു ഇതുണ്ടാകാൻ പോയുള്ളൂ. ചാൻഡിങ് നാമം ജപിക്കാൻ എല്ലാം ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് നാമം ജപിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രം നമുക്ക് പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭഗവാൻ അറേഞ്ച് ചെയ്യും. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നു ഭഗവാൻ. എന്താണ് നമുക്ക് റൈറ്റ്, ഏതാണ് റോങ് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതാ പറയാനുള്ള ശരിക്കും. പക്ഷേ നമ്മൾ ഈ മെറ്റീരിയൽ ആയതുകൊണ്ടും കണക്ഷൻസ് ആണ് എടുക്കുന്നതും നമുക്ക് പലതും ചോദിക്കേണ്ടതായിട്ട് വരുന്നു, പറയേണ്ടി വന്നു. പക്ഷെ പറയേണ്ടി വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, പറയാം. പക്ഷെ അതൊരു ക്ലാസ് വേറെയാണെന്ന് കേട്ടോ, അതാണ് ഒരു കാര്യം. എന്നാലും ഒരു നല്ല ആൾക്കാരാണെന്ന് കൃഷ്ണൻ പറയുന്നു. അവർ പറയുന്നു എന്താ കാര്യം, അവരെന്നോട് ചോദിക്കുന്നു അല്ലേ, ചതുർവിധ ഭജന്തേമാം ജനാസുഹൃത്തിനെ വർത്തന ആർത്തവും ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ചവർഷ. ചതുർവിധ ഭജന്തേമാം ജനാസുഹൃതി, 4 തരത്തിലുള്ള ആൾക്കാർ സുഹൃതികളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഭഗവാൻ ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അത് പല സ്റ്റേജുകളാണത്, മനസ്സിലായില്ലേ. എനിക്കൊന്നും വേണ്ടെന്ന് പറയുന്ന സ്റ്റേജ് വേറെ, എനിക്ക് വേണമെന്ന് പറയുന്ന സ്റ്റേജ്. പക്ഷേ ഏത് സ്റ്റേജ് ആയാലും കൃഷ്ണനോട് പറയണമെന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. കൃഷ്ണൻ അതാ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ത് കഴിഞ്ഞാലും ഞാൻ എന്നുള്ളതാണ് മാത്രം ചിന്തിച്ചാൽ മതി, കൃഷ്ണൻ എന്നുള്ളത് മാത്രം, മറ്റൊരു ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അവരും ചോദിക്കുന്നതിന് തെറ്റല്ല ചെയ്യുന്നത്, അവരുടെ ആ പൊസിഷൻ അനുസരിച്ച് അവർ ചോദിക്കുന്നു, അവരുടെ ബുദ്ധിയുടെ വികാസം അനുസരിച്ച് അവർ ചോദിക്കുന്നു അല്ലേ. ചെറിയ കുട്ടികൾ ചോദിക്കുന്ന ടോയ്സ് ആയിരിക്കില്ല നമ്മൾ വലുതായി കഴിഞ്ഞ് ചോദിക്കുന്നത്, നമുക്ക് കളിക്കാൻ വേറെ ഇഷ്ടം. അപ്പോൾ ബുദ്ധി വികസിക്കുന്നതോടൊപ്പം അത് ഡിഫറൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക്. അങ്ങനെയാണ്. ചെറിയ വണ്ടികൾ ഉന്താനൊക്കെയായിരിക്കും ചെറിയ കുട്ടികൾക്ക് ആവശ്യമില്ല, വലുതായി കഴിഞ്ഞാൽ കാറ് വേണം, അത് വേണം എന്നൊക്കെ തോന്നും. അപ്പം ബുദ്ധി വികസിക്കുമ്പോൾ നല്ലപോലെ ഇതാകുമ്പോൾ നമുക്ക് തോന്നും വേണ്ട, നമുക്ക് അതിലൊന്നുമില്ല എന്നുള്ളത്, എന്ത് കിട്ടിയിട്ടും ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അതന്നെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ പലതും മെറ്റീരിയലി പല ആൾക്കാരും പലതും വാങ്ങിക്കിട്ടിയും, പക്ഷെ അതിനൊക്കെ അവസാനമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്തപത്തു ഫലം തേഷാം ഭഗവാൻ പറയാൻ, ഇതിനൊക്കെ റിസൾട്ടൊക്കെ ഇല്ലാതാവും. പക്ഷേ റിസൾട്ട് ഇല്ലാത്ത കാര്യം ഒന്ന് മാത്രമാണ്, എന്താണ് നല്ല റിസൾട്ട് മാത്രമായിട്ട് വരുന്നത്, എന്താണ് ഭഗവാൻ സേവ മാത്രമാണ്, കൃഷ്ണൻ്റെ സേവ മാത്രമാണ് അതുള്ളത്. അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്ക് പല പ്രയാസങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കുക, കൃഷ്ണൻ തന്നെ വിളിക്കും, പറഞ്ഞുകൊണ്ട് ഒരു ലാസ്റ്റിൽ എന്താവണം, നിൽ പോയിന്റിൽ വന്ന് നിൽക്കണം. അതാണ് ഒരു കാര്യം. മൈനസും പ്ലസ്സും ഇല്ലാത്തൊരു പൊസിഷനിൽ വന്നിട്ട് നിൽക്കണം, ന്യൂട്രൽ സ്റ്റേജിൽ വന്ന് നിൽക്കണം അവസാനം നല്ല. അങ്ങനെ ഹരേ കൃഷ്ണ. അത് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ ഒരു ക്യാരക്ടറാണ് സംസാരിച്ചത്, ധൃതരാഷ്ട്ര കാര്യം മറ്റൊന്നും ഇതിലില്ല, ആ ശ്ലോകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കടന്ന് സംസാരിച്ചതാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ക്ലിയർ ആയിട്ടില്ല പതുക്കെ. ഘോരമായ രൂപം ആണ്. ഘോരമായിട്ടുള്ള അതിനേക്കാൾ ഹരേ കൃഷ്ണ ആത്മീയതയിൽ കാണുമ്പോൾ നോക്കും. ഹരേ കൃഷ്ണ ദേവനാബലേശ്വരമയ്ക്ക് അധമാതയ്ക്ക് വേറെ പ്രമാണത്തെ എന്ത് ഘോരമായ രൂപമായാലും നോക്കൂ. നരസിംഹഭഗവാന്റെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു രൂപം, എന്ത് ഘോരമായ രൂപമായിരുന്നു. ഈവൻ ഹിരണ്യകശിപു വരെ ഞെട്ടിപ്പിച്ച പേടിപ്പിച്ച ആ രൂപമായിരുന്നു അല്ലേ. ഹിരണ്യകശിപു ഒന്ന് നെറ്റി ചുളിച്ചു കഴിഞ്ഞാൽ ഇന്നരം കിടന്ന് വിറക്കിയവളെ സ്വർഗത്തിൽ.
ഹിരണ്യകശിപു നെറ്റി പിടിച്ചാൽ വെടി കൊന്നത് മുകളിലായി കഴിഞ്ഞാൽ അവിടെ ഇന്ദ്രൻ പറയ്ക്കും. അങ്ങനെയായിരുന്നു. ആ ഹിരണ്യകശിപുവിനെ പേടിപ്പിച്ച അതാണ് ആര്? നരസിംഹഭഗവാൻ. ആ നരസിംഹഭഗവാന് എങ്ങനെയായിരുന്നു പ്രഹ്ലാദമായിട്ടുള്ള കണക്ഷൻ? നരസിംഹഭഗവാനെ എൻ്റെ അടുത്ത് തോന്നിയത് വളരെ ക്ലോസ് ആളായിട്ടാണ് തോന്നി. മടിയിൽ വന്ന് കയറിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. വളരെ പ്രഹ്ലാദ് നരസിംഹൻ്റെ മടിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ അത്ര വലിയ ഹയർ പൊസിഷൻ ഡിവോട്ടി ഭക്തൻ എന്നുള്ളതാണ്. അവിടെ ഘോരമൊന്നുമില്ല. പിന്നെ ഭഗവാൻ ഘോരത്തിലായാലും നമുക്ക് ഭഗവാന്റെ ആത്മീയത കാണാൻ കഴിയണം. ഘോരായാലും അല്ലെങ്കിൽ എല്ലാം ഭഗവാന്റെയാണ്. ഇവിടെ കാണുന്ന എന്തും വെട്ടാളുടെയാണ്. ഏത് ഭാഗം കാണുന്നതിനും ഇപ്പോൾ എല്ലാം കൃഷ്ണനാണ്. മനസ്സിലായില്ലേ? കൃഷ്ണൻ്റെ മറ്റൊരു രൂപമാണ് ഏത്? ഈ ഘോരരൂപം. അതേ രൂപം തന്നെയാണ് നമ്മളിപ്പോൾ നന്ദഗോപരുടെ ചെരുപ്പിടത്തിൻ്റെ തലയിൽ വെച്ച് പോകുമ്പോഴും അതും കൃഷ്ണൻ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. അത് സ്ഥിരം കുട്ടിയാണെന്ന് വിചാരിക്കില്ല. അതേ കൃഷ്ണനാണ്. ആ ഘോരരൂപം ഉണ്ടല്ലോ, ആ കുട്ടിയുടെ അകത്തുണ്ട്. മനസ്സിലായില്ലേ? ആ കൃഷ്ണൻ കുട്ടിയായിട്ട് വരുമ്പോൾ ആ രൂപമൊക്കെ കൃഷ്ണൻ വ്യത്യാസമൊന്നുമില്ല. അത് മറ്റൊരാളായിട്ട് വരുന്നതല്ല. അത് കൃഷ്ണൻ തന്നെയാണ്. ആ കൃഷ്ണനാണ് രാമനായാലും ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഇവൻ നരസിംഹനായാലും ഇരിക്കുന്നത്, ബലറാമനായാലും ഇരിക്കുന്നത്, എല്ലാം ആ ഒറ്റ രൂപത്തിലാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതാണ് കുട്ടി. ആ അവിടെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക വാത്സല്യം കാര്യങ്ങളായിരിക്കും. അത് മനസ്സിലാക്കാൻ കഴിയണം. അല്ല നമ്മൾ നരസിംഹം വേറെയാണ്. അല്ല, നരസിംഹം വേറെ അല്ലെങ്കിൽ ശ്രീരാം വേറെ ഒന്നുമല്ല. എല്ലാം വിത്തിൻ കൃഷ്ണൻ ഒരൊറ്റ ആളാകത്താണ് ഇരിക്കുന്നത്. അതാണ് ഭഗവാനെ ഇതിൻ്റെ അവതാരത്തിൻ്റെ ഫൗണ്ടൻ ഹെഡ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് വരുന്നത് മുഴുവൻ. മനസ്സിലായില്ലേ? അതിൽ ഒരാൾ വരും. കൃഷ്ണൻ അവതാരിയാണ്, മറ്റെല്ലാം അവതാരങ്ങളാണ്. മനസ്സിലായില്ലേ? യഥേച്ഛാംശകല പുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ഇതെല്ലാം ഭഗവാന്റെ ഓരോ അംശകലകളാണ്. പക്ഷെ കൃഷ്ണനാണ് ഭഗവാൻ സ്വയമായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. കൃഷ്ണാസു ഭഗവാൻ സ്വയം ഏകദേശ അംശകലാപുംസ. ഈ ഭഗവാന്റെ തന്നെ അംശകലകളാണ് ബാക്കിയെല്ലാം. വിത്തിൻ കൃഷ്ണന്റെ ശരീരത്തിൽ ഇതൊക്കെ ഇരിക്കേണ്ടതെന്ന് അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കൃഷ്ണൻ്റെ ശരീരത്തിലാണ് നരസിംഹം ഇരിക്കുന്നത്. കൃഷ്ണ ശരീരത്തിൽ നിന്ന് രാമനായാലും നിങ്ങൾ കാണുന്ന ഏത് അവതാരമായാലും കൃഷ്ണൻ്റെ ശരീരത്തിലുണ്ട്. എല്ലാം കൃഷ്ണനാണ്. അപ്പോൾ ഘോരരൂപത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഘോരരൂപത്തിൽ എടുക്കാം. കൃഷ്ണനെ ഏത് രൂപത്തിലായാലും നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രൂപം എങ്ങനെ എടുക്കുന്നു ആ രീതിയിലാണ് നിങ്ങൾക്ക് റെസിപ്രോക്കേഷൻ ഉണ്ടാവുന്നത്. നമ്മളെങ്ങനെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്ന ആ രീതിയിൽ. ഇപ്പോൾ കംസൻ ഏത് സമയത്തും കൃഷ്ണനെ വിളിച്ച് നോക്കി കണ്ടുകൊണ്ടിരുന്നു. ഏത് സമയത്തും പേടിച്ചിട്ടാണ്, ശത്രു എന്നുള്ള രൂപത്തിലാണ്. എന്നെ കൊല്ലാൻ വരുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതും ആ കോൺഷ്യസ് അയാളുടെ കൃഷ്ണ കോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഇല്ലേ? അദ്ദേഹത്തിന് കിട്ടിയില്ലേ? ശിശുപാലന് കിട്ടിയില്ലേ? ഈവൻ അമ്മയുടെ രൂപത്തിൽ വന്നിട്ട് പാല് കൊടുക്കാൻ ശ്രമിച്ച പുകയ്ക്ക് കിട്ടിയില്ലേ? എന്താ കാര്യം? ആ കൃഷ്ണ കോൺഷ്യസ് മരിക്കുന്ന സമയത്ത് എന്തുണ്ടായി? ഭഗവാന്റെ രൂപം കണ്ടുമരിച്ചു. ഭഗവാനോട് അതാണ് കാര്യം. കൃഷ്ണൻ പറയുന്നത് തന്നെയാണ്. ജീവൻ പോകുന്ന സമയത്ത് എന്നെ ഓർത്തിട്ട് മരിക്കാനാണ് പറയുന്നത്. അതുതന്നെ ഉണ്ടായത് അവിടെ. മനസ്സിലായില്ലേ? ആൾക്കാർക്ക് തോന്നുന്നു എന്താ ഇത്രയും വലിയതായിട്ട് ഭൂതനിക്ക് അങ്ങനെ കിട്ടി. ഇതാ കാര്യം. അവിടെ ഇതിൽ മഹാഭാരത യുദ്ധത്തിൽ പറയുന്നുണ്ട്, ആരൊക്കെ കൃഷ്ണനെ ആ യുദ്ധത്തിൽ കൃഷ്ണനെ മരിക്കുന്ന സമയത്ത് കൃഷ്ണനെ കണ്ടിട്ട് കൃഷ്ണനെ അപ്രീസിയേഷൻ ചെയ്ത് പോകുന്നവരൊക്കെ അവർക്കൊക്കെ ഇത് കിട്ടി. അത് ഇതിൽ സ്വയം പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആർക്കായാലും ശരി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഏത് തരത്തിലാണ് കൃഷ്ണനെ കാണുന്നത്. നമുക്ക് കാണുന്നത് ശ്യാമസുന്ദര രൂപത്തിലുള്ള കൃഷ്ണനെ, ഓടക്കുഴം വിളിച്ചിരുന്ന കൃഷ്ണനെ, അല്ലേ? കൃഷ്ണൻ വളരെ ക്ലോസ് ആയിട്ട് വൃന്ദാവനത്തിൽ ഓടി നടക്കുന്ന കൃഷ്ണനെ. ആ കൃഷ്ണനാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ മറ്റുള്ളതാകുമ്പോൾ നിബന്ധനകളുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണൻ തന്നെയാണ് ഇപ്പോൾ വിഷ്ണുവായിട്ട് വരുന്നത് എങ്കിലും വിഷ്ണുവിൻ്റെ അടുത്ത് നമുക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള പരിമിതികളുണ്ട്. മനസ്സിലായില്ലേ? വിഷ്ണു ആ രൂപത്തിൽ വേണം നമുക്ക് അവിടെ ചെല്ലാനായിട്ട്, ആ രീതിയിലാണ് നമുക്ക് ചെല്ലാനായിട്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണെന്ന് വിചാരിക്കുമോ, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ കൊച്ചിന് എൻ്റെ തോളിൽ വന്നിരിക്കാൻ പറ്റുമോ? അത് വീട്ടിൽ വരുമ്പോൾ ഞാൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവിടെ പോലീസ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ വന്ന് ചാടാൻ പറ്റില്ല. അവിടെ പ്രത്യേകിച്ച് പ്രോട്ടോക്കോൾ ഉണ്ടാവും. ഇവിടെ പറ്റും, വീട്ടിൽ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റായിട്ട് ഉള്ള ആ ഫോമാണ് ശരിക്കും എല്ലാവർക്കും വളരെ ക്ലോസ് ആയിട്ടുള്ള ആ ഫോം. അത് പല ആൾക്കാർക്കും ഏത് രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാം, അത് ഞാൻ പറയാം. പക്ഷേ ഇതാണ് എൻ്റെ കുറേ കറക്റ്റ് പ്രോപ്പർ. 18th ചാപ്റ്ററിൽ ഒരു ഇതിൽ എഴുതുന്നുണ്ട്, സുന്ദര രൂപമാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കതല്ല വരികയാണെങ്കിൽ ഓക്കെ, എന്നാ പ്രോബ്ലം.
പക്ഷെ കൃഷ്ണ ഓർക്കണം, അതാണ് ഏന കേന പ്രകാരേണ കൃഷ്ണ. കൃഷ്ണനാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഏത് തരത്തിലായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്.